ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ഒരു ക്രിസ്മസി പുഡിംഗ് ആണ് ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത്. ഒരു ഓറഞ്ച് പുഡിംഗ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നമുക്ക് നോക്കാം. ഓറഞ്ച് തൊലിയും അതുപോലെ തന്നെ അതിൻ്റെ ആ പാടയും കുരുവും എല്ലാം നീക്കം ചെയ്തതാണിത്. ഇതുപോലെ ഓറഞ്ച് വേണം നമുക്ക് ബട്ടർ വേണം 1 ടേബിൾ സ്പൂൺ, കണ്ടൻസ് മിൽക്ക് 400 ഗ്രാം, നമുക്ക് തേങ്ങ ചെരുവിയത് വേണം അത് 50 ഗ്രാം, അതുപോലെ ഫ്രഷ് ക്രീം വേണം 400 ml, പിന്നെ പഞ്ചസാര വേണം, വെള്ളം വേണം, അതുപോലെ ഓറഞ്ചിൻ്റെ തൊലി വേണം ചെറുതായിട്ട് അരിഞ്ഞത്, ഓറഞ്ച് ജ്യൂസ് വേണം, ബിസ്ക്കറ്റ് വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഓറഞ്ച് പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഈ ഓറഞ്ച് പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഈ ഓറഞ്ച് ജ്യൂസിൽ നമുക്ക് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ള 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഓറഞ്ച് ജ്യൂസ് ഒത്തിരി കച്ച് പോകാതിരിക്കാൻ വേണ്ടി, ഒത്തിരി കയ്പ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലിയും അതുപോലെ തന്നെ കുരുവെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ഇതിലേക്കും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ട് അതിൻ്റെ അകത്ത് ആ വെള്ള പോർഷൻ നമ്മൾ ചുരണ്ടി കളഞ്ഞിട്ട് ഇത് ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് പകർത്തിയിട്ട് കുറച്ച് വെള്ളം ചേർത്തൊന്ന് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആവും, അതുപോലെ തന്നെ ഇതിൻ്റെ കയ്പ്പും കുറയും. എന്നിട്ട് ഇതൊന്ന് വിളയിച്ച പോലെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് വേവിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. അപ്പം ഇതൊന്ന് സോഫ്റ്റായിട്ട് നമുക്ക് ഇതിൽ ഒന്ന് വിളയിച്ച പോലെ ഇതിലേക്ക് മധുരവും ഒന്ന് കോട്ടഡ് ആവും. നമ്മളിപ്പോൾ കേക്കിലൊക്കെ ആണെങ്കിലും ഈ ഓറഞ്ചിൻ്റെ തൊലി എന്ത് റെസിപ്പിയിലാണെങ്കിലും നമ്മൾ ചേർക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്ന് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാം. ഒരു നോൺ സ്റ്റിക്ക് പാനിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് 400 ഗ്രാം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിക്കണം. ഇനി നമുക്ക് 400 ഗ്രാം ഫ്രഷ് ക്രീമാണ് വേണ്ടത്. ഇത് 250 ml ആണ്. അപ്പം ഞാൻ അടുത്തതൊരു മുഴുവനും ഒഴിക്കുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 50 ഗ്രാം തേങ്ങ ചെരുവിയത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതാണേലും ചേർത്താൽ മതി. ഈ പുഡിങ്ങിലൊക്കെ ചേർക്കുമ്പം ഇങ്ങനെ ഒട്ടും ബ്രൗൺ കളർ ഇല്ലാതെ നമ്മൾ പതുക്കെ ചിരണ്ടിയെടുത്ത തേങ്ങയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. നമുക്കിത് തീ നിർത്താം. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് നമ്മൾ നേരത്തെ ഓറഞ്ചിൻ്റെ തൊലി വേവിച്ച് വെച്ചതാണ്, ഇതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ പുഡിംഗ് ഡിഷിൽ ഒരു പ്രാവശ്യം ഒന്ന് ലെയർ ചെയ്യുക. ഇത് നമുക്ക് സോസ് പാനിൽ ഓറഞ്ച് ജ്യൂസ് നമ്മൾ നേരത്തെ പഞ്ചസാര ചേർത്ത് വെച്ചതാണിത്. ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഈ ഓറഞ്ച് ജ്യൂസ് നമുക്കൊന്ന് വെള്ളവും അതുപോലെ തന്നെ പഞ്ചസാരയും ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കണം. ഈ ഓറഞ്ച് ജ്യൂസും പഞ്ചസാരയും വെള്ളവും കൂടി നമ്മൾ ചൂടാക്കിയത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി തീ നിർത്താം. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് ഈ ഓറഞ്ച് ജ്യൂസിലൊന്ന് മുക്കിയിട്ട്, ചൂട് ഓറഞ്ച് ജ്യൂസാണല്ലോ, അപ്പോൾ അതിലൊന്ന് മുക്കിയിട്ട് നമുക്കിങ്ങനെ നമ്മൾ നേരത്തെ ഒഴിച്ച ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ ബിസ്ക്കറ്റ് ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ കണ്ടൻസ് മിൽക്ക് കൂട്ട് നമുക്ക് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഓറഞ്ച് തൊലിയും അതുപോലെ തന്നെ കുരുവെല്ലാം നീക്കം ചെയ്തതാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാം.
നമ്മളിന്ന് തയ്യാറാക്കിയത് ഓറഞ്ച് ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്. ഇതൊരു ക്രിസ്മസ് സീസണിൽ ക്രിസ്മസ് ഫീസ്റ്റിന് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഡെസേർട്ടായിട്ട് നമുക്ക് ലാസ്റ്റ് സെർവ് ചെയ്യാവുന്ന ഒരു പുഡിംഗ് ആണിത്. നല്ല ടേസ്റ്റാണ്. ഓറഞ്ചിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും അതുപോലെ നമ്മൾ കോക്കനട്ട് ഫ്ലേവർ എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.